സോ ഗൈസ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ ട്രെയിനിൽ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ലേ 10-20 തന്നില്ലെങ്കിൽ അറ്റിങ്ങൾ പിടിച്ചുകൊണ്ട് ഇവിടെ നടയിലൊക്കെ പൂത്തു അങ്ങനത്തെ ടീം വന്നാൽ എന്താ കാട്ടുക എടാ സിമ്പിളാടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഇങ്ങനെ 10-20 ചോദിക്കുന്നവർക്ക് പൈസ കൊടുത്തില്ല. കാരണം ബുദ്ധി വേണം. വലിയ തലയും കുറേ മുടിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. തലൻ്റെ ഉള്ളിൽ ആൾതാമസം വേണം. ഒന്നാമത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് എന്താണ് അറ്റിങ്ങൾക്ക് ഈ ഇന്ത്യക്കാർക്ക് എന്തായാലും പൈസ കൊടുക്കണം. ഇന്ത്യക്കാർക്ക് ഈ പടച്ചോനം കാട്ടി പേടിയാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ. കാരണം അറ്റിങ്ങളൊന്നും ഇങ്ങനെ വന്നാണ്ട് നടക്കുമ്പോഴത്തേന് 10-50 എടുത്ത് കൊടുക്കും, ബാക്കി വേണ്ടാന്നൊക്കെ പറയും. അത്രക്കും പേടി. കാരണം ഇറ്റിങ്ങളങ്ങോട്ട് കൈമ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നാളുണ്ട് ഒരുത്തനെ പിടിച്ചാണ്ട് ഒരു പെണ്ണ് നടയിലിട്ടാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒരതണ്. പിന്നെ അവൻ്റെ ചുണ്ട് കാണണേന് ഇങ്ങനെ ആയിണ്. ഈ മറ്റേ പുളിയുള്ള നാരങ്ങൊക്കെ തിന്ന മാതിരി ആയിണ്. പക്ഷെ ഞാനെന്താ കാട്ടിൽ വെച്ചാൽ ഞാൻ ഒന്നെങ്കിലും ഇങ്ങനെ പറയും ഹിന്ദി നെയ്മാലും അങ്ങനെ എന്തെങ്കിലും പറയും. ഹിന്ദി അറിയില്ല എന്നറിയും. ഈ മലയാളീസിന് അറ്റിങ്ങൾക്ക് ഭയങ്കര ബഹുമാനം. മലയാളി ആണോ എന്നൊക്കെ ചോദിച്ചാണ് ചിലപ്പോൾ ബഹുമാനിക്കും. ഇനി മലയാളി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ അനസ് ഭായ് ഫ്രം ഡൽഹിൻ്റെ ആളാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ തൊടൂല. തൊട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ടി. നമ്മളടുത്ത് കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. ഓലെ മെയിൻ നമ്മൾ വിളിച്ചാണ്ട് ചൂടാവും. അതൊക്കെ അതിനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ ഇന്നെ പറഞ്ഞാൽ മതി. പിന്നെ വേറെ ഒന്ന്, പിന്നെ നല്ല സ്ട്രോങ് ഉള്ള സാധനങ്ങൾ ചില തൊട്ടാ പൊട്ടുന്ന സാധനം ചള്ളക്കൊക്കെ കിട്ടും. അതിനോട് എനിക്കൊന്നും കിട്ടി. ഞാൻ നാളെ പറഞ്ഞില്ല റോസി അതിൻ്റെ അടുത്ത് നിന്ന് എന്താ കാട്ടേണ്ടി വെച്ചാൽ ഇങ്ങനെ ആക്കുക. പനിയാണ് വേണമെങ്കിൽ മുമ്പൊന്ന് മാറിക്കോളി ഛർദ്ദിക്കുന്നൊക്കെ പറയാം. അപ്പോൾ ഓല് വേഗം മാറും. ഓൾക്ക് ഈ ഛർദ്ദിയൊക്കെ ഭയങ്കര പേടി. ഞാൻ അതായാലും അതിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ആയില്ല. എനിക്ക് പിന്നെ ഇങ്ങോട്ട് വെറുതെ ചോദിച്ച് വാങ്ങണം ഞാൻ.